ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിൽ ഈശോയെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞ നിരവധിയായ നന്മകളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവനും സർവവും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അവിടുത്തെ ആത്മാവിന്റെ വലിയ നിറവ് കൊണ്ട് പൂരിതരായിരിക്കുന്ന നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ വചനം തന്നെയായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം പറയുന്നു, വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് എന്ന്. പലതരത്തിലുള്ള വേദനകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, ആകുലതകൾ കൊണ്ട്, പാപത്തിന്റെ അടിമത്തം കൊണ്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെ പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഹൃദയം മന്ദീഭവിച്ച് മരവിച്ച് കഠിനമായിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പറയാം, അവിടുത്തെ വചനം അയച്ചെന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. തിരുവചനം കടന്നു വരുമ്പോൾ കഠിനമായ ഹൃദയം മാംസളമായി മാറുവാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് തിരുവചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തിൽ നിന്നൊരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയോ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവരും ഇരിക്കുക. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈശോ ഇന്ന് നമുക്ക് നൽകിയ ഈ തിരുവചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം സമ്പത്ത് നേടുന്നതിലും അത് ചെലവഴിക്കുന്നതിലും നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ഉത്സാഹവും നമ്മുടെ പരിശ്രമവും, എന്നാൽ യേശുവിൻ്റെ സമ്പത്തിനോടുള്ള മനോഭാവവും എന്താണെന്ന് ഇന്നത്തെ തിരുവചനം അവിടുന്ന് നമ്മോട്
പറയുന്നു. ഓരോ ദിനവും പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് നിരത്തിവെക്കുന്ന വാർത്തകൾ പലപ്പോഴും വളരെ ഹൃദയഭേദകവും വളരെ ദുഃഖകരവുമായ അവസ്ഥാവിശേഷമാണ് നൽകുക. പ്രത്യേകിച്ച് കേരള ജനത എത്ര തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാലും അവന്റെ സ്വതസിദ്ധമായ സമ്പത്തിനോടുള്ള ആസക്തി അല്ലെങ്കിൽ ദ്രവ്യാസക്തി ഓരോ ദിനവും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള ചിട്ടിക്കമ്പനികളും പണക്കമ്പനികളും എല്ലാം പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമൊക്കെ മോഹന വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതിലേക്കെല്ലാം ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ധാരാളം പേര് തങ്ങളുടെ പണം നിക്ഷേപിക്കുകയും എന്നാൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രതിഫലമോ ഒന്നും ലഭിക്കുന്നതിന് പകരം തങ്ങളുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ട അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു സാമ്പത്തിക സ്ഥാപനം അവര് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനം ഇടയ്ക്ക് വെച്ച് പാർട്ട്ണർമാർ പരസ്പരം പിരിഞ്ഞു. അങ്ങനെ രണ്ടായി പിരിഞ്ഞപ്പോൾ അതിൽ ഒരു പങ്കാളി മറ്റു പങ്കാളിയെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കൊല്ലുവാനായിട്ട് ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ വലിയൊരു വാഹനാപകടത്തിലൂടെ മറ്റേ വ്യക്തിയെ വധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്ക് ആ വാർത്തകൾ പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലൂടെ മറ്റേ വ്യക്തിയെ ഇല്ലാതാക്കിയ വ്യക്തിക്ക് കൂടുതൽ പണം സമ്പാദിക്കുവാനോ സാധിക്കുന്നതിന് പകരം തന്റെ കുടുംബം തന്നെ മുഴുവനും നശിച്ചുകൊണ്ട് ഇന്ന് ജയിലിന്റെ അഴികൾ എണ്ണി അദ്ദേഹം കഴിയുകയാണ്. അതുപോലെ തന്നെ ഈ 2 ദിവസം ഇന്നലത്തെയും ഒക്കെ പത്രത്തിൽ നമ്മൾ കാണുകയുണ്ടായി. 4 ചെറുപ്പക്കാര് വിദേശത്തു നിന്നും സ്വർണം കള്ളക്കടത്ത് കൊണ്ടുവന്ന് അത് ഏൽപ്പിച്ച ആളിൽ നിന്നും മറിച്ച് മറ്റൊരാൾക്ക് വിൽക്കുകയും അത് വെളിച്ചത്ത് വരികയും ചെയ്യുമെന്ന് കണ്ടപ്പോൾ തന്റെ സുഹൃത്തുക്കളെ സ്നേഹപൂർവ്വം വലിച്ചു വരുത്തിക്കൊണ്ട് കൊല ചെയ്ത് ചാക്കിൽ കെട്ടി കുഴിച്ചിടുകയും ഇന്നത്തെ TV ന്യൂസിലൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം പോലീസുകാർ കുത്തിപ്പൊക്കി എടുക്കുന്നത്. ഇത്തരത്തില് ഓരോ ദിവസം ചെല്ലുമ്പോഴും മനുഷ്യൻ ഈ പണത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കണമെന്ന ഒരൊറ്റ ചിന്തയില്, കൂടുതൽ ജീവിത സുഖാനുഭവങ്ങൾ അനുഭവിക്കണമെന്ന ഒറ്റ ചിന്തയില് ദൈവത്തെ പോലും മറന്നുകൊണ്ട് തങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പോലും തയ്യാറാകാതെ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങി സ്വാർത്ഥതയോടുകൂടി സ്നേഹമില്ലാത്ത ഒരവസ്ഥയിൽ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളിവിടെ കണ്ട. സുവിശേഷ ഭാഗത്തും ഈ ധനികനായ കൃഷിക്കാരന് പറയുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുന്ന് പറയുകയാണ്, അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ വരകൾ പൊളിച്ച് അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ധനികനും തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു തന്റെ കുടുംബത്തെ പോലും അത് അദ്ദേഹം ഇവിടെ പറയുന്നില്ല. ഞാൻ എന്റെ അറപ്പുര പൊളിച്ചു പണിത് വിസ്തൃതമാക്കും, ഞാൻ തിന്നുകുടിച്ച് സന്തോഷിക്കും, ആസ്വദിക്കും എന്നൊക്കെ പറയാ. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന കാര്യത്തിൽ ഈ ധനികനായ വ്യക്തിയും ഇവിടെ പരാജയപ്പെടുന്നതാണ് തിരുവചനം നമ്മോട് പറയുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ തിരുവചനത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തായിട്ട് ഈശോ തിരുവചനത്തിൽ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ധനികനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഈശോ അവരോട് പറയുന്നുണ്ട്, നീ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ടോ? എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈശോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിന്റെ സമ്പത്ത് മുഴുവനും നീ വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക എന്ന്. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ആ ധനികനായ യുവാവ് വളരെ ദുഃഖിതനായി അവിടെ നിന്നും
യേശുവിൻ്റെ പക്കൽ നിന്നും ദൂരേക്ക് നടന്നു പോകുന്നതാണ് കണ്ടത്. വീണ്ടും ഈശോ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന്. അപ്പോൾ ഈ തിരുവചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമ്പത്ത് അതിനു വേണ്ടിയിട്ട് പരക്കം പായുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പാദ്യങ്ങളൊന്നും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുവാനോ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനോ സാധിക്കില്ല എന്ന്. നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിന് സമ്പത്ത് ആവശ്യമാണ്, അത് സമ്പാദിക്കണ്ട എന്ന് ഒരിക്കലും ദൈവം നമ്മോട് പറയുന്നില്ല. പക്ഷേ സമ്പത്ത് നമ്മൾ സ്വരുക്കൂട്ടുമ്പോൾ അല്ലെങ്കിൽ സമ്പാദിക്കുമ്പോൾ ന്യായമായ മാർഗത്തിലൂടെ അത് സമ്പാദിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, പല ധനവാന്മാരും വലിയ കൊട്ടാര സദൃശ്യമായ വീടുകളൊക്കെ പണിയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പണം മുടക്കി വലിയ ഒരു കൊട്ടാരം പോലത്തെ വീട് പണിതു എന്ന് കരുതി നല്ലൊരു സന്തോഷപ്രദമായ സമാധാനപ്രദമായ ഒരു കുടുംബജീവിതം ആ ഭവനത്തിൽ മുന്നോട്ട് നമുക്ക് നയിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള മണിമന്ദിരങ്ങളിൽ നിന്ന് താമസിക്കുന്നവർ രാത്രി മുഴുവനും ഉറക്കം പോലും വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥകളാണ്. പണമുണ്ടെങ്കിൽ നമുക്ക് വിലപിടിപ്പുള്ള ഒരു മെത്ത വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആ മെത്തയിൽ കിടന്നാൽ ഒരിക്കലും നമുക്ക് ഉറക്കം വന്നുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ പണം കൊടുത്താൽ നമുക്ക് ഉറക്കത്തെ വാങ്ങുവാൻ സാധിക്കുകയില്ല. വലിയ ഭവനം പണിതാൽ നമുക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിച്ചോളണമെന്നില്ല. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിവിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങുവാൻ സാധിക്കും. എന്നാൽ വിശപ്പില്ലെങ്കിൽ ഈ ആഹാരം നമുക്ക് രുചിക്കുവാനോ സന്തോഷപ്രദമായി അത് കഴിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ സമ്പത്തുണ്ട് എന്ന് കരുതി ഒരിക്കൽ പോലും നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്നും നേടുവാനായിട്ട് സാധിക്കുകയില്ല. സമ്പത്തിന് ഈ മനുഷ്യന്റെ ശരീരത്തിന് വെളിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു അമ്മയും കുഞ്ഞും, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ ഒരു പണ്ഡിതന്റെ അടുത്തെത്തുകയും ഈ അമ്മ ബെഞ്ചമിനോട് ചോദിച്ചു, വളരെ സന്തോഷപൂർവ്വം ഈ ലോകത്ത് ജീവിക്കുവാൻ ഞാൻ ലൗകികമായി അല്ലെങ്കിൽ ഭൗതികമായി എത്ര സമ്പത്ത് നേടണമെന്ന്. പണ്ഡിതനായ ബെഞ്ചമിൻ ഈ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. പകരം തൻ്റെ മുന്നിലുള്ള മേശപ്പുറത്ത് ഒരു കുട്ടയിൽ കുറെ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരു ആപ്പിൾ എടുത്ത് ഈ അമ്മയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ കയ്യിലേക്ക് ബെഞ്ചമിൻ എടുത്തു വെച്ചു കൊടുത്തു. അല്പസമയത്തിന് ശേഷം രണ്ടാമതും ഒരു ആപ്പിൾ എടുത്ത് ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു. ആ ആപ്പിൾ വാങ്ങിയ കുഞ്ഞ് രണ്ടാമത്തെ കയ്യിലും പിടിച്ചു. അല്പനിമിഷത്തിന് ശേഷം മൂന്നാമതൊരു ആപ്പിൾ എടുത്ത് ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് ബെഞ്ചമിൻ നീട്ടിയപ്പോൾ ആ കുഞ്ഞിന്റെ രണ്ട് കയ്യിലും ഓരോ ആപ്പിൾ ഇരിപ്പുണ്ട്. മൂന്നാമത്തത് വാങ്ങുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് കയ്യിൽ നിന്നും താഴെ വീണു. വീണ്ടും അത് എടുത്തു കൊടുത്തപ്പോൾ ആ കുഞ്ഞിനത് പിടിക്കുവാൻ സാധിക്കാത്തതിന്റെ പേരിൽ ആ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ പ്രവൃത്തിയിലൂടെ ബെഞ്ചമിന് ആ അമ്മയ്ക്ക് ഒരു മറുപടി കൊടുക്കുകയായിരുന്നു. കൂടുതൽ സമ്പത്ത് കയ്യിൽ വന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ആപ്പിൾ ആവശ്യത്തിലധികമായി കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുഞ്ഞ് സന്തോഷിക്കുന്നതിന് പകരം അവിടെ ദുഃഖിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സമ്പത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, കുറേയധികം സമ്പത്ത് നമ്മുടെ കൈവശം വന്നു എന്ന് കരുതി ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാനോ മറ്റുള്ളവരുമായി കൂടുതൽ പങ്കുവെക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ സന്തോഷം നമുക്ക് ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് തൻ്റെ ഒരു കഥയിൽ അവിടുന്ന് വളരെ വിശുദ്ധമായ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. വലിയ ധനവാനായ ഒരു ഭൂമുടമയുടെ സന്നിധിയിലേക്ക് ഒരു 3-4 ഏക്കർ സ്ഥലമുള്ള ഒരു കൃഷിക്കാരന് കടന്നു ചെല്ലുകയും എനിക്ക് കുറെ സ്ഥലം ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ വലിയ ഭൂസ്വത്തിന്റെ ഉടമ ആ കൃഷിക്കാരനോട് പറഞ്ഞു, നീ ഇപ്പോൾ മുതൽ സൂര്യാസ്തമയത്തിന് മുമ്പ് നിനക്ക് എത്ര ദൂരം നടന്നു പോയി എൻ്റെ അടുത്ത് തിരിച്ചെത്താനായിട്ട് സാധിക്കുമോ
അത്രയും സ്ഥലം നിനക്ക് ഞാൻ തരുവാനായിട്ട് പോവുകയാണ്. ഇത് കേട്ട മാത്രയിൽ ഈ കർഷകൻ വളരെ തിടുക്കത്തിൽ നടക്കുവാൻ തുടങ്ങി. തന്റെ നടത്തത്തിന്റെ സ്പീഡ് സമയം പോകുന്തോറും കൂടിക്കൂടി വന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് വിശന്നു, ദാഹിച്ചു. എന്നാൽ അദ്ദേഹം തന്റെ ദാഹമോ വിശപ്പോ ഒന്നും അകറ്റാൻ ശ്രമിക്കാതെ തന്റെ നടത്തം ഒരു ഓട്ടമായി മാറി. അങ്ങനെ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ വേറെ ദൂരം പിന്നിട്ടതിന് ശേഷം ഈ ഭൂവുടമയുടെ അടുത്ത് തിരിച്ചെത്തുന്നതിനു വേണ്ടി വളരെ വേഗത്തിൽ ഓടിക്കതച്ച് അദ്ദേഹത്തിന്റെ സന്നദ്ധിയിൽ വന്നപ്പോൾ കമന്ന് അവിടെ വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭൂവുടമ തന്റെ ശിഷ്യഗണത്തെ വിളിച്ചിട്ട്, തന്റെ വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൃഷിക്കാരന് വേണ്ടത് എന്താണെന്ന് വെച്ച് കൊടുക്കുക എന്ന്. അവര് പറഞ്ഞു, ഈ കർഷകന് വേണ്ട മണ്ണ് ആകെ 6 അടി മാത്രമെന്ന്. ഈ കഥ നമ്മെ ഓരോരുത്തരെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു സത്യമാണ്. നമ്മൾ എത്രയെല്ലാമൊക്കെ നേടിയാലും, എത്രയൊക്കെ സമ്പത്ത് നമ്മൾ കൈമുതലാക്കിയാലും, ഇതെല്ലാം നമുക്ക് ഒരിക്കലും ഉപകാരപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്രയാകുമ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് കൊണ്ടുപോകുവാനോ നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ നമുക്ക് അനുഭവിക്കുവാനോ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമ്പത്തിന്റെ പിന്നാലെ പായുന്ന ഓരോ മനുഷ്യനും, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ സമ്പത്തില്ലല്ലോ എന്നോർത്ത് നെടുവീർപ്പെടുന്ന ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളൊക്കെ എനിക്ക് പ്രാപ്യമാകാൻ സമ്പത്തില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന ഓരോ മകനും മകളും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്, നമ്മൾ അമിതമായ സമ്പത്തിനൊന്നും വേണ്ടി നെട്ടേട്ടം ഓടേണ്ടവരല്ല. പകരം യേശുവിന്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക്, യേശുവിന്റെ മനോഭാവത്തിലേക്ക് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള സമ്പത്തുകൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നിങ്ങൾ യാത്രയ്ക്ക് വടിയല്ലാതെ ഭക്ഷണമോ വസ്ത്രമോ പണമോ അരപ്പെട്ടിയിൽ പണമോ നിങ്ങൾ കരുതരുത്. പ്രിയമുള്ളവരെ, ഈശോ ഈ തിരുവചനം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് അന്നു വേണ്ട ആഹാരം അവിടുന്ന് തരാൻ ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യത്തിൽ. അല്ലാതെ നമ്മൾ മുൻകൂട്ടി ഒന്ന് സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, അവിടുന്ന് നിന്നെ അവഗണിക്കുകയില്ല, അവിടുന്ന് നിന്നെ പരിഗണിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും അവഗണിക്കുന്നില്ല, അവിടുന്ന് നമ്മെ പരിഗണിക്കുന്നു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ദൈവം ഏതെങ്കിലും തരത്തിൽ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. തിരുവചനം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, എന്നാൽ അഴിയുന്നെങ്കിലോ അതേറെ ബലം പുറപ്പെടുവിക്കും. ഒരു ഗോതമ്പ് മണി അരപ്പുരയിൽ പത്തായത്തിൽ അങ്ങനെ ഇരുന്നാൽ അതാർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. എന്നാൽ അത് മണ്ണിൽ വീണ് അതിൽ മുളപൊട്ടി അത് വളർന്നു വലുതായി അനേകം ഗോതമ്പ് മണികൾ അതിൽ ഉണ്ടായി കഴിയുമ്പോൾ, അത് വിളഞ്ഞ് പാകമാകുമ്പോൾ അനേകായിരങ്ങൾക്ക് അപ്പമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു ഗോതമ്പ് മണിയായി മാറി നമുക്കിടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവെക്കുവാനായി തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. നമുക്ക് ആവശ്യമായത് എന്തും അവിടുന്ന് അപ്പോൾ നമുക്ക് അവിടുന്ന് നൽകും. പ്രിയമുള്ളവരെ, നമ്മൾ സുഭാഷിതത്തിന്റെ പുസ്തകം 30-ാം അധ്യായം 8-9 വചനത്തിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നു, ദൈവമേ, അധിക ദാരിദ്ര്യമോ സമ്പത്തോ അവിടുന്ന് എനിക്ക് നൽകരുതേ, അന്നു വേണ്ട ആഹാരം തന്ന് അവിടുന്ന് എന്നെ പോറ്റണമേ. സമൃദ്ധിയിൽ ഞാൻ അങ്ങേ അവഗണിക്കുകയോ കർത്താവ് ആരെന്ന് ചോദിക്കുകയോ ചെയ്തേക്കാം. ദാരിദ്ര്യത്തിൽ ഞാൻ കളവ് ചെയ്ത് അവിടുത്തെ നാമത്തെ അവഹേളിക്കാം. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അമിതമായ സമ്പത്ത് നേടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ മറക്കുവാനും ദൈവത്തെ അവഗണിക്കുവാനും നമ്മൾ ഇടയാകും. അതുപോലെ അമിതമായ ദാരിദ്ര്യം, അതൊരു പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത്
കട്ടെടുക്കുന്നതിലേക്കോ ദൈവനാമത്തെ നിന്ദിക്കുന്നതിനൊക്കെ കാരണമാകാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് പറയുന്നു, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പൊ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സമ്പത്ത് മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കുവാന് സോളമൻ രാജാവായി അവരോധിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിരുസന്നിധിയിൽ അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ മഹാജനത്തെ ഞാൻ എങ്ങനെ നയിക്കും? ദൈവസ്വപ്നത്തില് സോളമന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? സോളമൻ പറഞ്ഞു, ഈ മഹാജനത്തെ നയിക്കുവാൻ തക്കവിധം വിവേകം എനിക്ക് നൽകണമേ. സോളമന്റെ മറുപടിയില് കർത്താവായ ദൈവം പ്രീതിപ്പെട്ടു. ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ലോകത്തുള്ള എല്ലാവരേക്കാളും ജ്ഞാനവും വിവേകവും നിനക്ക് ഞാൻ നൽകുന്നു. കൂടാതെ ഈ ലോകത്തുള്ള മറ്റാരേക്കാളും മറ്റേതൊരു രാജാവിനേക്കാളും അധികമായി ജീവിതകാലം മുഴുവനും സർവമഹത്വവും സമ്പത്തും നിനക്ക് ഞാൻ നൽകുന്നു. പ്രിയമുള്ളവരെ, ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അണയുമ്പോൾ വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾക്ക് നിരത്തിക്കൊണ്ട് പിച്ചക്കാരെ പോലെ സമ്പത്തിനു വേണ്ടി അതിനു മുമ്പിൽ കൈനീട്ടുന്നതിന് പകരം ദൈവത്തിന്റെ ജ്ഞാനത്തിനു വേണ്ടി, അവിടുത്തെ വിവേകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സോളമൻ അവിടുന്ന് നൽകിയതുപോലെ സമ്പത്തും വിവേകവും ജ്ഞാനവും എല്ലാം അവിടുന്ന് നമുക്ക് തരും. 1 പത്രോസ് 5:6 പറയുന്നത് പോലെ, കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ, ദൈവമേ നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ, കൈകൾ നീട്ടി വാങ്ങുവാനൊരു ഹൃദയമേകണേ, നിന്റെ തിരുവുള്ളമേ മനതാരിതിൽ നിറയാൻ കനിയൂ. നിന്റെ തിരുവുള്ളമേ മനതാരിതിൽ നിറയാൻ കനിയൂ. ദൈവമേ നീ തരുന്നതെന്തും നിറഞ്ഞ മനസ്സോടെ, വിശ്രമമില്ലാതെ നേടിയതൊക്കെയും ഒരു നിമിഷം കൊണ്ടസ്തമിക്കുമ്പോൾ, ഓർക്കുമില്ലാതെ നേടിയതൊക്കെയും ഒരു നിമിഷം കൊണ്ടസ്തമിക്കുമ്പോൾ, ഓർക്കുക മനമേ നീ ദൈവമാണൻ ധനം, ദൈവമേകും ധനം, ദൈവമില്ലാതെ നിൽക്കില്ല നേട്ടമൊന്നും. ദൈവമാണൻ ധനം, ദൈവമേകും ധനം, ദൈവമില്ലാതെ നിൽക്കില്ല നേട്ടമൊന്നും.
ദൈവമേ